അയ്യേ ലില്ലിപ്പൻ്റെ പണ്ടേ ഉള്ള സ്വഭാവം ഈ കരിഞ്ഞ ദോശ. എനിക്കിഷ്ടം പക്ഷേ അത് കരിഞ്ഞത് കരിഞ്ഞെനിക്ക്. നീ മറ്റേ എടുത്തോ. അതിഷ്ടമാണ്. അല്ല അതിനെന്താ ടേസ്റ്റ്? നല്ല ഇല്ലടാ, കുറച്ച് മുരിഞ്ഞിരിക്കണം. എനിക്ക് ഫിഷ് ഫ്രൈ ആണെങ്കിലും എല്ലാം കുറച്ചിങ്ങനെ. ഇത് മുരിഞ്ഞല്ല, അത് കരിഞ്ഞു പോയി. അതിൻ്റെ പ്രത്യേക മണം ഉണ്ടാവും. ഉപ്പില്ല, ശകലം പോലും ഉപ്പില്ല. അങ്ങനെ സാധ്യതയല്ലോ. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു സാധ്യതയില്ല. ഇപ്പം എങ്ങനെ ചെയ്യുന്നു? ഇവിടെ ഞാണ്ട് വഴക്ക് കൊടുക്കണം അച്ഛൻ പോയി. എന്തോ ലില്ലിയുടെ കൂടെ ഒരു ഉമ്മയും കൂടെ. എന്താ എടാ ഈ സാമ്പാറിലെ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഉപ്പില്ലേന്? ഉപ്പില്ലേ? പിന്നെ എന്തായാലും വെട്ടി കണ്ടിച്ചിട്ട് മൂപ്പിച്ച് കൊണ്ടുവന്ന അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു. തോന്നുന്നല്ല, ഇല്ല. എനിക്കൊക്കെയാണ്. ഇച്ചിരി കുറവുണ്ട്. ഇച്ചിരി അങ്ങനെ ചെയ്യാമോ? അന്നടിച്ചോണ്ട് വരുന്നതിന് ഉണ്ടാക്കി കൊടുക്കും, വൃത്തിയായിട്ട് കൊടുക്കണം. അത് അടുക്കള വെച്ച് നോക്കിയാലെന്താ? എന്റെ അച്ഛൻ ഇച്ചിരി ഉപ്പിന്റെ കുറവല്ലേ ഉള്ളു. അത് ഇട്ടാ പ്രശ്നം തീർന്നില്ലേ? വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇത് ആവർത്തിക്കരുത്. ഒരാൾ മനഃപൂർവ്വം ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഇതിന്റെ കഷ്ണങ്ങൾ വെട്ടിയുണ്ടാക്കുന്നത്. അടുപ്പിനടുത്ത് നിൽക്കണ്ടേ? മനഃപൂർവ്വമായിട്ടൊരാൾ അങ്ങനെ ചെയ്യുമോ? ഒരല്പം ഉപ്പ് കുറവാണെന്ന് തോന്നി എനക്ക്. ഒരല്പം ഉപ്പ് എടുത്തോ. അല്പം ഉപ്പ് എടുത്തോ. ഇപ്പൊ കൊണ്ടുവരാം. ഉപ്പില്ല പച്ചമ്പി. കുഴപ്പമില്ലടാ. മനഃപൂർവ്വം ആരെങ്കിലും ചെയ്യുമോ? ശത്രുക്കളൊന്നും വരില്ല നമ്മള്. ശത്രുവിനോടാണെങ്കിൽ പോലും അങ്ങനെ പെരുമാറണം. വന്ന് അതിങ്ങടുത്ത് ഇച്ചിരി ഉപ്പിട്ടാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു. എന്തൊരു പണിയാ ലില്ലിപ്പള്ളി കാണിക്കുന്നത്? ഒന്നുമില്ല. എത്ര പേര് ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ തോന്നിയ തല്ലി കാണിച്ചത്? അറിഞ്ഞോണ്ടാണ് സോറി പറയാം നമ്മള്. സോറി പരസ്പരം സോറി പറയേണ്ട കാര്യമുണ്ടോ? റോസ്മേരി കാണിച്ചെടുത്തോടെ മോത്തയാണ് ഞാന്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇതിപ്പോ എന്താ, നമ്മൾ ആ സൈഡ് നൽപ്പെടുത്ത് കഴിച്ചാൽ മതി. ഇത് എന്റെ അച്ഛച്ച അറിഞ്ഞോണ്ടാണ് ചെയ്യണത്. ഇങ്ങനൊന്നും ചെയ്യരുതട്ടെ. ഇങ്ങനെ റോസ്മേരി ചേച്ചി ചെയ്താലും മുഖത്തൊന്നും എറിയരുത്. പിന്നല്ലാതെ അന്നടിച്ചോണ്ട് കൊടുക്കുന്ന ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം. ഞാൻ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ ക്ഷമ മുന്നിൽ വരും. ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടുവരാം. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ? സത്യം പറഞ്ഞ ഒരു അടി ഒരു നുള്ളെങ്കിലും കൊടുക്കണ്ടായിരുന്നു മറ്റേ. അതല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ കിട്ടും, വാ ഇപ്പൊ കിട്ടും. അങ്ങനെ നടത്താലോ. ഞാൻ ചോദിക്കട്ടെ, ബാക്കി സാമ്പാറിൽ ഇരിപ്പുണ്ട് അവിടെ? ഇല്ല. പിന്നെ എന്തിനു മെനക്കിടന്നത്? പെട്ടെന്നുണ്ടാക്കാം. വേണ്ടെന്നേ. ഇനി കുക്കറിലിട്ടൊരു അടി അടിച്ചാൽ അതിന് അത്ര നേരം അല്പം പഞ്ചസാരയും കിടത്തേ. ഒരല്പം പോരെ. കുഞ്ഞുനാളിൽ ഞാനും തങ്കോ അമ്മ തരുന്ന പഞ്ചാരം കുട്ടിയല്ലേ കഴിച്ചോണ്ടിരുന്നത്. ആ ഒരു ഓർമ്മയും കിട്ടും. ശരിയാക്കാം. ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ടിയിടണം. അപ്പൊ ഈ ഉപ്പ് അങ്ങ് ഒബ്സർവ് ചെയ്യാം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഇത് കളയണ്ട. കുറച്ച് ആ മേളിൽ കിടക്കുന്ന കുറച്ചങ്ങ് മാറ്റിയാൽ. ഞാൻ പറഞ്ഞോ അങ്ങോട്ട്? വേണ്ട പഞ്ചസാര ഇത് ഞാൻ കൊണ്ടുവരാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏട്ടൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പൊ കൊണ്ടുവരാവേ. നീ വേണമെങ്കിൽ അല്പം ഉപ്പ് ഞാൻ ഇട്ടുതരാം. ഇത് എടുത്തിട്ട് ദോശ കഴിക്കും. ഒന്ന് നുള്ളി, ഒന്ന് നുള്ളു. എന്തിനാടാ പരസ്പരം ഉപദ്രവിക്കുന്നത് നമ്മള്? നിന്നെ നോച്ചിട്ട് ഇപ്പം എനിക്ക് എന്ത് കാണാനാ? നല്ലതല്ല. നമ്മുടെ വീട്ടിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിലനിൽക്കണം. അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കണം, പരസ്പരം അറിയണം, പരസ്പരം ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ കുടുംബം നന്നായി പോകുള്ളൂ. ആരും ആരെക്കാൾ വലുതുമല്ല, ആരും ആരെക്കാൾ ചെറുതുമല്ല.